നാട്ടിൽ പറഞ്ഞത് ചേട്ടൻ ഓസ്ട്രേലിയയാണെന്ന്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഭാര്യ ബന്ധുക്കളുടെ അടുത്തും ഒക്കെ പറയുന്നത് ചേട്ടൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുകയാണെന്ന്. പക്ഷേ ഓസ്ട്രേലിയയിൽ നമ്പർ ചോദിച്ചിട്ട് നമ്പർ തന്നിട്ടുണ്ട്, പക്ഷേ അത് എടുക്കുന്നില്ല. അവിടെ ഫാക്ടറിയിൽ ജോലിയാണ്, ആ സമയത്ത് അവിടെ വിളിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് നമ്പരില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഈ സംസാരം അത്ര വിശ്വാസം തോന്നിയില്ല. ഗുജറാത്തിലെ ജാംനഗറിലെ നിഗ്നേഷ് എന്ന ആളെയാണ് കാണാതായിരിക്കുന്നത്. 2 വർഷം കൊണ്ട് ആളെപ്പറ്റി വിവരമില്ല. ഭാര്യ പ്രീതി എന്ന സുന്ദരി, അവർ കല്യാണം കഴിഞ്ഞ ശേഷം ഇയാൾ നാട്ടിലൊക്കെ ചെറിയ ജോലിയൊക്കെ ആയിട്ട് നിന്ന്, ഫാക്ടറി ജോലിയൊക്കെ ആയിരുന്നു. പിന്നീട് ഓസ്ട്രേലിയയിൽ പോയി എന്നാണ് പറഞ്ഞത്. അയാൾ ഒരു മദ്യപാനിയായിരുന്നു എന്നും തോന്നുന്നു. പക്ഷേ ഇപ്പം അവരൊരു ബന്ധു ഓസ്ട്രേലിയയിലേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ അഡ്രസ്സ് കൊടുത്താൽ, അല്ലെ കമ്പനിയുടെ പേര് ഓസ്ട്രേലിയയിൽ എവിടെയാണ് കൊടുത്താൽ അദ്ദേഹം അവിടെ പോയി അന്വേഷിക്കും. അത് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു എവിടെയാണെന്ന് അറിയത്തില്ല, 2 വർഷമായിട്ട് എന്നെ വിളിക്കാറില്ല എന്നായി. ഏതായാലും ജിഗ്നേഷിൻ്റെ സഹോദരന് സംശയമായി. അവർ പോലീസിൽ പരാതിപ്പെട്ടു. ASP ആ പരാതി അന്വേഷിച്ചു. കഴിഞ്ഞ ജൂലൈ 26-ന്, ഇപ്പോൾ 2-3 ദിവസമായുള്ളൂ. ASP അത് അന്വേഷിച്ചു. ഇവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഭർത്താവിനെ കൊന്ന് അവിടെ അടച്ചിട്ടിരിക്കുന്ന ഫാക്ടറിക്കകത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. നികേഷ് എന്ന് പറഞ്ഞ ഇവരുടെ കാമുകനുണ്ട്. അയാളുമായിട്ട് ചേർന്നാണ് ഇത് ചെയ്തത്. മദ്യത്തിലെ പൊട്ടാസ്യം സയനൈഡ് കൊടുത്തിട്ടാണ് അയാളെ കൊന്നത്. അതിനുശേഷം ആ അടച്ചിട്ടിരിക്കുന്ന ഫാക്ടറിക്കകത്ത് കുഴിയെടുത്ത് അവിടെ കുഴിച്ചിട്ടു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന മൊഴി. ഏതായാലും മദ്യത്തിലെ പൊട്ടാസ്യം സയനൈഡ് ചേർത്താണ് ആ കർമ്മം അങ്ങ് നടത്തിയത്. എന്തായാലും ഇപ്പോൾ അവരെ കാമുകനെ അറസ്റ്റ് ചെയ്തു. ജിഗ്നേഷ് മദ്യപാനിയായിരുന്നു എന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇവർ കാമുകനുമായിട്ട് ചേർന്ന് അയാളെ കൊലപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട്. പ്രതിക്ക് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ലേഡി പല സന്ദർഭത്തിലും ഒഴിഞ്ഞു മാറി നോക്കിയെങ്കിലും പോലീസിൻ്റെ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ അവർ വീണുപോയി. അവർ മടയിലേക്ക് വീണു. കാരണം കാര്യം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. 2 വർഷമായിട്ട് അവർ കാമുകനുമായിട്ട് അവിടെ ചേർന്ന് ജീവിക്കുമായിരുന്നു. അതും ഒരു സംശയം ഉണ്ടായി. എങ്കിലും ഇവർ ഭർത്താവിനെ കൊല്ലുമെന്ന് ആ സഹോദരൻ കരുതിയിരുന്നില്ല. 2 വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്നെങ്കിലും പോലീസിൻ്റെ ചോദ്യം ചെയ്തതിൽ അവിടെ ജാംനഗറിൽ അവിടെ ഒരു പുതിയ ASP ആയിരുന്നു. അവരാണ്, ആ ലേഡിയാണ് ഇവരെ ചോദ്യം ചെയ്തതും അത് ബ്രേക്ക് ചെയ്തതും. എന്തായാലും ആൾക്കാരെ കാണാതെ പോകുന്ന പല സന്ദർഭങ്ങളും നമ്മളുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വളരെ മിക്കവാറും എല്ലാം ദുരൂഹമാണ്, കണ്ടെത്താൻ കഴിയില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ പലരും ചോദ്യം ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കുന്നവരുമുണ്ട്. എങ്കിലും ഈ സ്ത്രീയുടെ ചോദ്യം ചെയ്യലിൽ അവർക്ക് കാമുകനുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചു. അതോടുകൂടി തന്നെ പോലീസ് അവരെ നിരന്തരം ചോദ്യം ചെയ്ത് അവർ ബ്രേക്ക് ചെയ്തു. ആ കാമുകനും അവരും കൂടെയാണ് കൃത്യം ചെയ്തതെന്ന് അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഏതായാലും ബോഡി എടുക്കുന്നതേ ഉള്ളൂ. കാരണം 26-ാം തീയതി ആണ് അവർ പരാതി ലഭിക്കുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ അത് മാന്തി എടുത്തിട്ടുണ്ടാവും. പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞെങ്കിലേ അവർ പറഞ്ഞ ശരിയാണോ ഇല്ലയോ എന്നറിയാനൊക്കെ ഉള്ളൂ. പൊട്ടാസ്യം സയനൈഡ് അവർ മദ്യത്തിൽ ചേർത്ത് കൊടുത്തു എന്നാണ് കൺഫെഷനിൽ പറഞ്ഞിരിക്കുന്നത്.